ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓട്ടട എന്നാണ് പറയുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ടീ. അപ്പോൾ കണ്ട ബബിൾസൊക്കെ വന്ന് നമ്മൾ മൂടി വെച്ച് വേവിച്ച നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരപ്പാണ് കേട്ടത്. കടലക്കറി, ചിക്കൻ കറി, മീൻ കറി, ബീഫ് കറി, എന്ത് കറീൻ്റെ കൂടെ നന്നായിട്ട് പോട്ടെ. അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ വരെ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരപ്പം. നല്ല സോഫ്റ്റായിട്ട്, പിന്നെ നല്ലോണം കരിഞ്ഞു പോയാൽ കറുത്ത കളറുണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിന് ഓട്ടട എന്ന് പറയും. വേറെ നാട്ടിൽ ഈ അപ്പം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിതിന് ഓട്ടട എന്നാണ് പറയാം. പിന്നെ അപ്പോൾ ഞാനിത് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഇത്ര നല്ല സോഫ്റ്റാണ് ഈ അപ്പം എന്ന് പറയും. വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുന്ന കറി ചിക്കൻ കറി, മീൻ കറി അങ്ങനെ ഒന്നുമല്ല, കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഇതായി ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ്, തക്കാളി, പച്ചമുളക്, സവാള ഇടണം. ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഇടുന്നത് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ വറുത്ത് അരയ്ക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി വന്ന് ഇനി നമുക്കിതേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. കാരണം ഒരു നല്ല ടേസ്റ്റുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഇട്ടത്. അപ്പോൾ ഞാനിതിലേക്ക് നല്ല കുഞ്ഞുള്ളി, കറിവേപ്പിലി, കടുകൊക്കെ താളിച്ചിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്കൊരു കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തത് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഓരത്തിന് കാണുമോ എനിക്കറിയില്ല. അപ്പം ചോദിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ അത് കറിയൊക്കെ ഒഴിച്ചതേ ലാസ്റ്റ് പരിപാടിയാണ് മല്ലിച്ചപ്പ്. നമുക്കങ്ങനെ മല്ലിച്ചപ്പ് ഇടണമൊന്നും കുഴപ്പമില്ല. നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ മല്ലിച്ചപ്പിട്ട് പിന്നെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എത്ര തോനെ കറിയെന്ന്. അപ്പോൾ രണ്ട് അപ്പത്തിന് ഇത്ര തോനെ കറിയാണ് ഞാൻ എടുക്കുക. അത് കടലക്കറി ആയതുകൊണ്ടാട്ടോ. കടല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ കടല എടുത്തു. പിന്നെ നമ്മൾ ചോറ് വെച്ചു. ഇനി ചോറ് തിളച്ചിട്ടുണ്ട്. റൈസ് കുക്കർക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊന്നുമില്ല, അടുപ്പുണ്ട്. അടുപ്പിൻ്റെ മണ്ടയിലാണ് ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുകയാണ്. എന്താണത്? കേബേജാണ് ഉച്ചയ്ക്കത്തെ ഉപ്പേരി. എല്ലാ പരിപാടിയും ഒപ്പാണ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വെച്ചു. പിന്നെ തേങ്ങ പാർന്നു. അതുപോലെ കടുകും ഉലുവയും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മീനാണ് കേട്ടോ. അത് ഞാൻ ഇപ്പം തന്നെ ഒന്നും വറക്കൂല. 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഒന്നും വറക്കണില്ല. ഞാനൊരു 1:30-2 മണിയാവും ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കണ നേരത്താട്ടോ അത് വറുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ, ബൈ, സീ യു.